ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു ദിവസമാണ് ആഗസ്റ്റ് 2 നടക്കുന്ന പോർച്യുഗല ദണ്ഡവിമോചനം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അഭ്യർത്ഥന പ്രകാരം ഹൊണോറിയസ് മൂന്നാമൻ പാപ്പയുടെ കാലത്ത് ആരംഭിച്ചതാണ് പോർച്യുഗല ദണ്ഡവിമോചനം. 700 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പരിശുദ്ധ അമ്മ വഴി ഈശോയോട് പൂർണ്ണ ദണ്ഡവിമോചനം ചോദിച്ചു വാങ്ങിയ ദിവസമാണ് ഓഗസ്റ്റ് 1 മധ്യാഹ്നം മുതൽ ഓഗസ്റ്റ് 2 അർദ്ധരാത്രി വരെയുള്ള സമയം. കത്തോലിക്ക സഭയിൽ ഏറ്റവും ആദ്യത്തെ പരിപൂർണ ദണ്ഡവിമോചനമാണ് പോർച്യുഗല ദണ്ഡവിമോചനം. അനേകർ നാശകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന കണ്ടപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈശോയുടെ മുൻപിൽ വളരെയധികം പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്തു പ്രാർത്ഥിച്ചു. ആ ഒരവസരത്തിൽ വലിയൊരു ദർശനമുണ്ടാവുകയാണ്. ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ പുതുക്കി പണിത പോർച്യുഗല എന്ന് പറയുന്ന ആ കൊച്ചു ദേവാലയത്തിലേക്ക് വേഗം ചെല്ലുക. അവിടെ പരിശുദ്ധ അമ്മയും ഈശോയും നിന്നെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം വേഗം ദേവാലയത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈശോ അദ്ദേഹത്തോട് പറഞ്ഞു, നീ വളരെ കാര്യങ്ങൾ എൻ്റെ കരുണയും സ്നേഹവും പ്രചരിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, എൻ്റെ ഈശോയെ, അങ്ങയുടെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ ഈ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന ഒരാത്മാവ് പുറത്തിറങ്ങുമ്പോൾ നേരിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരവസ്ഥ വേണം. അങ്ങനെയാണ് പോർച്യുഗല ദണ്ഡവിമോചനം സ്ഥാപിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും പ്രവേശിക്കുമ്പോൾ ദണ്ഡവിമോചനം കിട്ടുന്നത് അസീസിയിലെ പോർച്യുഗല ചാപ്പലിലാണെങ്കിലും പിന്നീട് മാർപ്പാപ്പമാർ തിരുസഭയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഇത് വ്യാപിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഈ അവസരം പരമാവധി ഉപയോഗിക്കാം. ഓഗസ്റ്റ് 1 മധ്യാഹ്നം മുതൽ ഓഗസ്റ്റ് 2 അർദ്ധരാത്രി വരെ പരിപൂർണ ദണ്ഡവിമോചനത്തിന്റെ അവസരമാണ്. ഈശോയുടെ കരുണയുള്ള പുതിയ ജനനം സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ദണ്ഡവിമോചനം ലഭിക്കുവാൻ 3 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. കുമ്പസാരിച്ച് ഒരുങ്ങുക. 2. ദിവ്യബലിയിൽ പങ്കെടുക്കുകയും അനുദപിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. 3. അനുതാപവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ഇടവക ദേവാലയത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലി മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി വഴി ഈശോ നമ്മളോട് അരുൾ ചെയ്യുന്നത്. ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം.